ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി. മിടുക്കനാണെന്ന് പറയാ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ പുലി എന്ന് പറയുന്നവൻ നീയാണല്ലേ? എല്ലാവരും ഓമനിച്ച് വിളിക്കുന്നത് അങ്ങനെയാണ്. കാണുന്നതിന് മുമ്പ് നീ ഒരു ഭയങ്കരനാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എലി എന്ന പേരാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ഇത് എന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, ലീവിൽ പ്രവേശിക്കുന്നത് കേട്ടല്ലോ. ഇതൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നെപ്പോഴും ആളല്ലേ മിസ്റ്റർ ദേവദാസ്? നീ വീരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അയ്യോ, അത്രയ്ക്കൊന്നും ഞാനില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നേക്കാൾ 1000 മടങ്ങ് പാവമാണ് ഞാൻ. ആട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. നിനക്ക് ജയിലിൽ ഞാനൊരു കൂട് പണിതിട്ടുണ്ട്. ഇനി നിന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റാം. എന്തിനാ മിസ്റ്റർ ദേവദാസ് നാം തമ്മിലുള്ള സ്നേഹം കളയുന്നത്? സ്നേഹമോ? ആര് തമ്മിൽ? എന്നെ തെരുവരാത്ത എല്ലാ പോലീസുകാരോടും എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കും. സ്നേഹിക്കുന്നവന് കുറച്ചു കൊടുക്കുവാനും തയ്യാറാണ് ഈ പുലി. എങ്കിൽ എന്റെ കൂടെ സ്ഥലം വരെ വരണം. എവിടേക്കാ? ജയിലിലേക്ക്. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പുലിയെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ കണ്ണിയാണ് നീ. എന്താ നോക്കി നിൽക്കുന്നത്? ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ നോക്കി നിൽക്കണ്ട, പോയി കയറിക്കൂ.
അവിടെ സാർ സാർ മുമ്പിൽ സാർ മുമ്പിൽ അവിടെയാ? ആ സാർ വീടെത്തി. ആ എന്ത് വേഷത്തിലാ കിടന്നുറങ്ങിയത്? ഞാന് ഇത് മാറാൻ മറന്നുപോയി. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടാതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളി പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ല് ചെല്ല്. സാർ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? കഷ്ടായി. എന്താ കുട്ടാ? ഞാൻ ഇന്നലെ ഉറക്കം ഒളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, അത്ര തന്നെ. ഇവിടെ ലുങ്കി പോലും കാണുന്നില്ലല്ലോ. ഡാഡി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോളെ എഴുന്നേറ്റോ? ആ. ആഹാ, രാവിലെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നോ? വേഗം പോയി പല്ല് തേക്ക്. കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. ഡ്രസ് എടുത്ത് പുറത്തു വെച്ചേക്കും. അതിനകത്ത് ഇങ്ങനെ കഥകളച്ചിരുന്നാൽ എങ്ങനെ? ജീപ്പ് ഇപ്പൊ വരും. വേഗം ആട്ടെ. ആ. ഞാൻ പുറത്തു നിൽക്കാം. കാപ്പി റെഡി. ഞായറാഴ്ച നമ്മൾ പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷായി. പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു എന്ന് കേട്ടപ്പോ. വരൂന്നേ. അയ്യേ, ഇതെന്ത് പറ്റി? നീശ പോയി. ഇന്ന് ഉച്ചയ്ക്കെങ്കിലും നേരത്തെ വരണേ. അല്പം അത്യാവശ്യമുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. എന്നാ ഊണ് സ്റ്റേഷനിലേക്ക് കൊടുത്തയക്കാം. ഡാഡി,
ഇന്നലെ പാവയും വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുവരത്തെ? സോറി മോളെ, നോക്ക് എന്ത് പാവയാ വേണ്ടേ? നൃത്തം ചെയ്യുന്ന പാവയെ? അയ്യോ, ഡാഡി മറന്നുപോയില്ലേ? ഞാൻ കാണിക്കാം. ഓർമ്മ വരുമോന്ന് നോക്കട്ടെ. ഇപ്പൊ കിട്ടിപ്പോയി. വൈകിട്ട് വരുമ്പോ പാവയെ വാങ്ങിച്ചോട്ടരാ. എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നേ. എത്ര നാളാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, താനോടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ. അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന് നിർബന്ധമാണോ? അതെന്റെ ചോറല്ലേ സാർ? എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടോണ്ട് നടക്കണ്ട. വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കൂ. സാറിന്റെ റൂമ്? ഓ, അത് ശരി, മുറി. യെസ് സാർ. എന്താ? അല്ല, സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. വരൂ. ഇരിക്കൂ. ഡാഡി ഇല്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ. ഹായ് നീതു. ഇൻവിറ്റേഷൻ എന്താണ് കിട്ടിയത്? ഞാൻ ആദ്യം അയച്ചത് നിനക്കാ. എപ്പോഴാ അവിടുന്ന് പുറപ്പെടുന്നത്? നോ നോ, അന്ന് വന്ന പോരാ. നാളെ എങ്കിലും നീ ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ വന്നത് പപ്പന്റെ ഒരു കാര്യം പറയാനാ. പപ്പനെ 2 ദിവസമായിട്ട് കാണാനില്ല. 2 അല്ല, 5 ദിവസമേ കാണാനില്ല. ഇനി ഞങ്ങളുടെ കല്യാണത്തിന്റെ തന്നെ പപ്പനെ കാണൂ. മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. ഞാനുമായിട്ടൊരു സൗന്ദര്യപ്പിണക്കം. ഡാഡിയെ കാണാനാണെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അല്ല, ഞാൻ പിന്നെ വരാം. മിസ്റ്റർ ഉമേഷ്, പ്ലീസ് ടു മീറ്റ് യു. ഐ എം എ ഫാൻ ഓഫ് യേഴ്സ്. പപ്പന് പകരം നിങ്ങൾ വീണ്ടും സ്റ്റേജിൽ